ഇനി നമുക്കൊരു വാർത്ത നോക്കാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ് മോഷ്ടിച്ചത് നഗരത്തിൽ തന്നെ താമസിക്കുന്ന 2 യുവാക്കളാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. മൊബൈൽ ടവർ ലൊക്കേഷനുകളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് സ്വദേശികളായ പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. ഈ മാസം 7-ന് പുലർച്ചെ മോഷണം പോയ ബസ് പിന്നീട് മംഗളം ജംഗ്ഷന് സമീപത്ത് നിന്നാണ് കണ്ടെത്തിയത്. പ്രതികൾക്കായി പോലീസ് തിരച്ചിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങളുമായി. ഇക്ബാൽ, എന്നാലും ഈ KSRTC ബസ് തട്ടിക്കൊണ്ടുപോയി, അത് മോഷ്ടിച്ചോണ്ട് പോയി എന്ന് പറയുമ്പം ആരായി മിടുക്കന്മാർ എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. ആദ്യം മോഷ്ടിക്കാൻ വേറെ ഒന്നും കണ്ടില്ല. സാധാരണ ആരെങ്കിലും ഒളിച്ചൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന സാധനങ്ങളാണ് ആളുകൾ മോഷ്ടിക്കുക. ഇതൊരു KSRTC ബസ് അപ്പാടെ മോഷ്ടിച്ചോണ്ട് പോവുക, അതുകൊണ്ട് അപകടം ഉണ്ടാക്കുക തുടങ്ങിയ വാർത്ത ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. എന്തായാലും ആളുകൾ ആരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ കുറിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് പോകുന്നത് ഇക്ബാൽ? അത് കളിച്ച് അവസാനം ആനവണ്ടിയിൽ തന്നെ കൈവച്ച് കളിക്കുകയായിരുന്നു. ഏതായാലും ആ സംഭവം വലിയ വിവാദമായി. പാലക്കാട് KSRTC ഡിപ്പോയിൽ വൃത്തിയാക്കുന്നതിന് വേണ്ടി എത്തിച്ചായിരുന്നു വടക്കഞ്ചേരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഈ ഓർഡിനറി ബസ്. ആ സമയത്താണ് യാർഡിൽ നിന്നും ഈ KSRTC ബസ് അജ്ഞാതർ ചേർന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത്. പിന്നീട് 2 മണിക്കൂറാണ് പാലക്കാട് നഗരത്തിലൂടെ ഈ ബസ്സുമായി ഈ മോഷ്ടാക്കൾ കറങ്ങി നടക്കുന്നത്. പിന്നീട് പോലീസും ഈ KSRTC ജീവനക്കാരും എല്ലാം തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് 2 മണിക്ക് കാണാതായ ബസ് പിന്നീട് പുലർച്ചെ 5 മണിയോടുകൂടി മംഗളം ടവറിന് പരിസരത്ത് വെച്ച് കണ്ടെത്തുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്നുള്ള KSRTC ആവശ്യപ്പെടുകയായിരുന്നു. ആരാണ് ഈ മോഷ്ടാക്കൾ എന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. കാരണം ഈ ബസ് ഉപയോഗിച്ച് നഗരത്തിലെ ചായക്കടകളും അതുപോലെ തന്നെ നിരവധി മതിലുകളും ഈ മോഷ്ടാക്കൾ തകർത്തിരുന്നു. പോലീസ് കഴിഞ്ഞ 5 ദിവസമായി ഈ സംഭവത്തിന് പിന്നാലെ തന്നെ അന്വേഷണത്തിലായിരുന്നു. വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചു. ഇപ്പോഴിതാ പാലക്കാട് സ്വദേശികളായിട്ടുള്ള 2 യുവാക്കളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ പോലീസ് സംഘം നിലവിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുമ്പോഴാണ് ഈ പാലക്കാട് നഗരത്തിൽ തന്നെ താമസിക്കുന്ന 2 യുവാക്കൾക്കാണ് ഇതിന് പിന്നിൽ ബന്ധമുണ്ട് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് സംഘം എത്തിയിട്ടുള്ളത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രത്യേക അന്വേഷണത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങളും പോലീസ് കൂടുതലായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പോലീസ് സംശയിക്കുന്ന ഈ 2 യുവാക്കൾ നിലവിൽ ഇപ്പോൾ ഒളിവിലാണ്. ഇവരെ ഉടൻ തന്നെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്കും പോലീസ് സംഘം കടന്നിട്ടുണ്ട്. വ്യാപക തിരച്ചിലാണ് ഈ 2 യുവാക്കൾക്ക് വേണ്ടി പോലീസ് സംഘം നടത്തുകയും ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെ 2:50 കൂടിയാണ് ഈ ബസ് മോഷണം പോകുന്നത്. പിന്നീട് ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഈ മോഷ്ടാക്കളെടുത്ത ബസ് പാലക്കാട് നഗരത്തിലൂടെ പല ഭാഗങ്ങളിലൂടെയും കടന്ന് നടക്കുകയായിരുന്നു മോഷ്ടാക്കൾ ഈ ബസ് ഉപയോഗിച്ച്. പിന്നീട് 2 മണിക്കൂറിന് ശേഷമാണ് മംഗളം ടവറിന് പരിസരത്ത് സ്വകാര്യ ബസ്സുകളെല്ലാം നിർത്തുന്ന ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് ഈ ബസ് നിർത്തിയതിനു ശേഷം മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത്. ഏതായാലും അവിടെയുള്ള ചില കടകൾ നശിപ്പിച്ചിരുന്നു. ആ കടയിലുള്ള ആളുകളും ഉടമകളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു പോലീസിന്. ഏതായാലും വലിയ വിവാദമായ ആ KSRTC ബസ് മോഷണത്തിന് പിന്നിൽ പാലക്കാട് സ്വദേശികൾ തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. 2 യുവാക്കളാണ്. ഇവരെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് പോലീസ് സംഘമുള്ളത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആരാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇവരെ പിടികൂടുകയാണ് വേണ്ടത്. എന്തിനാണ് ഇവരിത് ചെയ്തത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയില്ല എനിക്കെന്തായാലും ഉണ്ട്. എന്തിനാണ് ഒരു KSRTC ബസ് മോഷ്ടിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് അവിടെയും കൊണ്ടുപോയി ഇടിക്കുക ഇവിടെയും കൊണ്ടുപോയി ഇടിക്കുക എന്ന നിലയ്ക്കാണ്. സാധാരണ നമ്മൾ ഈ വാഹനം ഒന്നും ഓടിച്ചുകൊണ്ട് പോകുന്ന പോലെ മെരിക്കാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ സ്വന്തം ആനവണ്ടി. നമുക്ക് ഈ മലയോര ഹൈവേയിലൂടെ ഇതിങ്ങനെ കറങ്ങി പോകുന്നത് കാണുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ ഇത്തിരി പാടാണ് മെരുക്കി കൊണ്ട് നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞതാകാനാണ് സാധ്യത.